രാത്രി ബാൽക്കണിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അനി. ഭാമയുടെ വെളിയിലാണ് തിരിഞ്ഞു നോക്കിയത്. അത്താഴം കഴിക്കാൻ നേരമായി. അവളൊരു പുഞ്ചിരി സമ്മാനിച്ച് താഴേക്ക് പോയി. അനി മുഖം കഴുകി അത്താഴം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കുന്ന ഇടയിലാണ് അവൻ അവളുടെ സ്ഥാനം മാറിക്കിടക്കുന്ന താവണയുടെ ഇടയിലൂടെ അവളുടെ ഇടുപ്പിൽ പൊള്ളിക്കിടക്കുന്ന പാട് കണ്ടത്. ഇന്നലത്തെ രംഗം അവൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. എന്തോ ആ മുറിവിലൊന്ന് തൊടാൻ അവന് തോന്നി. അവൻ അവളെ ഒരു നിമിഷം നോക്കി നിന്നു പോയി. അവൻ്റെ നോട്ടം ഭാമയുടെ ഇടുപ്പിലാണ് എന്ന് മനസ്സിലാക്കി അങ്കിത ഉറക്കെ വിളിച്ചു, ഭാമേ. അനിരുദ്ധം വേഗം നോട്ടം അവളിൽ നിന്ന് പിൻവലിച്ചു. എനിക്ക് സലാഡ് മതിയെന്ന് പറഞ്ഞതല്ലേ, എന്നെയും കൂട്ടി നിന്നെപ്പോലെ ആക്കാനാണോ? അങ്കിത പറഞ്ഞു. അങ്കിതയും അല്ലയും പൊതുവെ ഒരു ഈർക്കിലി പോലെയുള്ള പെണ്ണാണ്. ഇനി എങ്ങോട്ട് മെലിയാനാണ് എന്ന അർത്ഥത്തിൽ അനി അവളെ നോക്കി. ഭാമ വേഗം അവൾക്ക് വേണ്ടി സലാഡ് ഉണ്ടാക്കി കൊടുത്തു. ഭാമ കാര്യഗൗരവത്തോടെ ചെയ്യുന്നതെല്ലാം അനി ശ്രദ്ധിക്കുന്നു. അതിലത് മനസ്സിലാക്കി. എന്തോ അവരുടെ ഉള്ളിൽ സന്തോഷം തോന്നി. അടുക്കളയിൽ പണിയെടുക്കുന്ന ഭാമയുടെ അടുത്ത് അല്ലിയും അങ്കിയും ചെന്നു. എന്താ ചേച്ചി? ഭാമ ചോദിച്ചു. അതേ മോളെ, മര്യാദയ്ക്ക് നടന്നോ. പിന്നെ അനിരുദ്ധനെ വളയ്ക്കാൻ വല്ല മോഹമുള്ളിലുണ്ടെങ്കിൽ കണ്ണാടിയിലൊന്ന് നോക്കിയാൽ മതി. ഏട്ടൻ്റെ തലമുടിയുടെ നിറമാണ് നിനക്ക് കറുപ്പ്, വെറുപ്പോടെ അവർ പറഞ്ഞു. പിന്നെ ഭാമയൊന്ന് ഒഴിഞ്ഞു നോക്കി അവർ പോയി. ഭാമ താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം കേട്ടതിൽ ഞെട്ടി. അവളുടെ കണ്ണുനീർ തുള്ളികൾ കവിളിൽ ഒലിച്ചിറങ്ങി. എന്തോ ദുഃഖത്തിൽ അവൾ കുറച്ചുനേരം അവളുടെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നു. എന്താ അമ്മ, എന്നെ ജനിപ്പിച്ച ഉടനെ പോയത്? ഞാൻ കറുപ്പാണമ്മ, അതുകൊണ്ടാണോ അമ്മയും എന്നെ വിട്ടു പോയത്? അമ്മേ, ഞാൻ വെളുത്ത കുട്ടിയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാവും എന്നെ, അല്ലേ അമ്മേ? അവൾക്കുറക്കി കരയാൻ തോന്നി. അവൾ വാപത്തി പിടിച്ചു ആ മുറിയിൽ തേങ്ങി. ലതയുടെ മടിയിൽ കിടക്കുന്ന അനിരുദ്ധൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു, ഭാമയെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താ? എനിക്കിവിടെ ഉള്ളവരുടെ കാര്യമൊട്ടും താല്പര്യമില്ല. അമ്മ വേറെ വല്ലതും പറ, അനി പറഞ്ഞു. ഓഹോ, എന്നിട്ടാണോ അതിനെ വിഴുങ്ങാൻ പോകുന്ന പാമ്പിനെ പോലെ നോക്കി നിൽക്കുന്നേ? ലത ചോദിച്ചു. അത് ഇതുപോലുള്ള പെണ്ണിനെ ഞാൻ നമ്മുടെ കാനഡയിൽ കണ്ടിട്ടില്ല. ഇതൊക്കെയാണോ സംസ്കാരം? ഒന്നിനും പ്രതികരിക്കാതെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുക. എനിക്ക് അവളോട് പുച്ഛമാണ് തോന്നുന്നത്, അനിരുദ്ധ് പറഞ്ഞു. എല്ലാവരും അവളെ പുച്ഛിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാം അനുഭവിക്കേണ്ട കുട്ടി. പക്ഷേ അവൾക്ക് താങ്ങായി ആരുമില്ലാത്തതുകൊണ്ടാ അവളിന്ന് നീറിപ്പോയെന്ന്. ഇപ്പോൾ അവളുടെ നിറവും ഒരു കുറവാണ്. ആ സാധു എന്ത് തെറ്റ് ചെയ്തിട്ടാ? ലത പറഞ്ഞു. അനി ഒന്നും മിണ്ടിയില്ല. അവൻ ആലോചിച്ചു. താൻ ഇതുവരെ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ അല്ല കണ്ടിട്ടുള്ളത്. അവളിൽ എന്തോ തൻ്റെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒതുക്കം, അടക്കം, പിന്നെ അവളുടെ കറുപ്പിൻ്റെ സൗന്ദര്യം. അവൻ അവളെ ആദ്യമായി കണ്ട നാൾ ആലോചിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തൂകി. പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് ലത ഭാമയും കൂടി വരാൻ പറഞ്ഞു. ഭാമ സന്തോഷത്തോടെ ചെന്ന് കുളിച്ചൊരുങ്ങി. ചുവന്ന ധാവണി ഉടുത്ത് കണ്ണെഴുതി അവളൊരു സുന്ദരിയായി. അവളുടെ നീണ്ട ഈറൻ മുടി അവളിലെ ഭംഗി കൂട്ടി. അവൾ ലതയുടെ അടുത്തേക്ക് വന്നപ്പോൾ അവളിൽ നിന്ന് ഒരു ചന്ദനത്തിൻ്റെ മണം അനിരുദ്ധൻ്റെ മൂക്കിലേക്ക് കയറി. അവൻ അവളെ നോക്കി നിന്നു. അതേ മോനെ, അനി, വണ്ടിയെടുക്ക്, എന്നിട്ട് അമ്പലത്തിൽ പോ. ഇന്ന് ഭാമയുടെ പിറന്നാളാണ്. ലത പറഞ്ഞത് കേട്ട് ഭാമ ഞെട്ടി. അതെ, ശരിയാ, ഇന്നാണ് ജന്മദിനം. പക്ഷേ ഇതുവരെ താനത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ അമ്മയില്ലേ? അനി ചോദിച്ചു. ഞാനാണ് ഇന്ന് മോൾക്ക് സദ്യ ഒരുക്കുന്നത്. ഇന്ന് നീ ഇവളെ കൊണ്ടുപോ. അമ്മേ, അത് ഞാൻ ഒന്നും പറയണ്ട, പോയി വാ. പിന്നെ ഭാമി, ഇവന് നീ ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്ക്. ഭാമ തലയാട്ടി. അനി ഒട്ടും താല്പര്യമില്ലാത്ത പോലെ വണ്ടിയെടുത്തു. പിന്നിൽ കയറി നിന്ന അവളോട് അവൻ പറഞ്ഞു. ഞാൻ ഡ്രൈവറല്ല. അവൾ വേഗം മുന്നിൽ കയറി. സീറ്റ് ബെൽറ്റ് ഇട്, അവൻ പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. ഛേ, അതും അറിയില്ലേ? അവൻ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അടുത്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രമിച്ചു. അവൾ പേടികൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന കണ്ട് അവൻ ചിരി വന്നു. അവൻ ബെൽറ്റിട്ട ശേഷം വെറുതെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ ചെറുപ്പഴം പോലെയുള്ള ചുണ്ടുകൾ അവനെ വിളിക്കുന്ന പോലെ തോന്നി. അതിൻ്റെ താഴെയുള്ള കാക്കപ്പുള്ളിൽ അവൻ നോക്കി. അവൻ വേഗം അവളിൽ നിന്ന് മാറി വണ്ടിയെടുത്തു. രണ്ടുപേരും മൗനമായി ഇരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി അവൻ അമ്പലത്തിലെത്തി. ഏട്ടൻ വരുന്നില്ലേ? അവൾ ചോദിച്ചു. എനിക്കിതിൽ വിശ്വാസമില്ല, താൻ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇത്രയും പറഞ്ഞ് അവൻ ഫോണിൽ കളിച്ചു. ഭാമ പിന്നെ ഒന്നും പറഞ്ഞില്ല. നേരെ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് അവൾ അവൻ്റെ അടുത്തു ചെന്നു. അവൾ അവൻ്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തി. അവൻ അവളെ ഒരു നിമിഷം ഉറ്റുനോക്കി. അവൾ വേഗം കണ്ണു താഴ്ത്തി വണ്ടിയുടെ ഉള്ളിൽ കയറി. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. വണ്ടിയെടുത്തു. ശ്രീകോവിലിന് മുന്നിൽ കാർ നിന്നു. രമയും പെൺമക്കളും ദേഷ്യം പിടിച്ച മുഖം കൊണ്ട് നിൽക്കുന്നു. വേറെ ഒന്നുമല്ല, ഇന്ന് ലത ഇവരെ കൊണ്ടുകൂടിയാണ് സദ്യ ഒരുക്കിയത്. ലതയോട് അഭിപ്രായം പറയാൻ നിന്നാൽ പ്ലാൻ ഫ്ലോപ്പാവുമെന്ന് അറിയുന്നതുകൊണ്ട് അവർ സഹിച്ചു. വാ, ഉണ്ണാൻ സമയമായി, ലത വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഊൺമേശയിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭാമ ഉണ്ടു.
അവളുടെ നിറമിഴി കണ്ട് ലതയ്ക്ക് സഹതാപവും രമയ്ക്ക് പുച്ഛവും വന്നു. ചന്ദ്രേട്ട, ഈ ചെറുക്കന് എന്ന് തിരിച്ചു പോവുക അറിയില്ല. ഞാൻ എന്തായാലും ലതയോട് പറയാൻ പോവുക, രമ പറഞ്ഞു. പക്ഷേ ഇത്ര പെട്ടെന്ന് ചന്ദ്രൻ ചോദിച്ചു. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ മിണ്ടാതിരി, ഞാൻ പറഞ്ഞോളാം. രമ നേരെ ലതയുടെ മുറിയിൽ ചെന്നു. ലതയെ, മോന് കല്യാണം കഴിപ്പിക്കാനായില്ലേ? ഇപ്പോൾ തന്നെ എത്ര വയസ്സായി? അതുകൊണ്ട് അറിയിക്കണ്ട കല്യാണം, രമ പറഞ്ഞു. ശരിയാ, അവൻ്റെ ജാതകത്തിൽ ഈ വർഷം കല്യാണം നടന്നില്ലേ പിന്നെ 35 കഴിയണം, ലത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുറപ്പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, രമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, മുറപ്പെണ്ണ് തന്നെ മതി. രമ ശരിക്കും സന്തോഷിച്ചു. താൻ കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി. ഞാൻ ഇപ്പോൾ തന്നെ അല്ലയോട് പറയാം, രമ തുള്ളിച്ചാടി. അയ്യോ ചേച്ചി, ഞാൻ ഭാമയാണ് ഉദ്ദേശിച്ചത്, ലതയുടെ മറുപടിയിൽ രമ ഞെട്ടി. എന്ത്? ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെണ്ണിനുണ്ടായ ഭാമയാണോ ലത നീ കണ്ടത്? ഇത് കുടുംബത്തിൻ്റെ അന്തസ്സിന് തന്നെ മോശമായി, പോരാത്തതിന് കറുപ്പും. എൻ്റെ മകളുടെ പൗതി സൗന്ദര്യം ഉണ്ടോ അവൾക്ക്? രമ ശബ്ദമുയർത്തി സംസാരിച്ചു. എൻ്റെ ഏട്ടൻ്റെ ചോരയാണ് ഭാമ, ആരെന്ത് പറഞ്ഞാലും അനിരുദ്ധം ഭാമയെ കെട്ടു. ലതയുടെ ഉറച്ച തീരുമാനം കേട്ട് പുറത്ത് വാതിൽപ്പടിയിൽ നിന്ന് അനിരുദ്ധം ഞെട്ടി. രമ ദേഷ്യം കൊണ്ട് അനിയെ നോക്കി പേടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. അമ്മ എന്ത് കണ്ടാണ് എൻ്റെ വിവാഹം തീരുമാനിച്ചത്? അതും ഭാമ. അവൻ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. എൻ്റെ ഏട്ടന് ഞാൻ കൊടുത്ത വാക്കാണ് ഭാമ. പിന്നെ നിൻ്റെ അമ്മ നിൻ്റെ ജീവിതത്തിൽ എടുത്ത എന്ത് തീരുമാനമാണ് തെറ്റായിട്ടുള്ളത്? ലത ചോദിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഭാമ? അവൾക്കെന്ത് യോഗ്യതയാണുള്ളത്? എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല അവൾ. പിന്നെ ഇത്രയും കാലം സമയമുണ്ടായിരുന്നു, എന്നിട്ട് നീ നിൻ്റെ കൺസെപ്റ്റ് കിട്ടിയോ? നിനക്ക് പെണ്ണും വേണ്ട, കുട്ടിയും വേണ്ട, പക്ഷെ എനിക്കെല്ലാം വേണം, ലത പറഞ്ഞു. അനിരുദ്ധൻ ശരിക്കും ദേഷ്യം കൊണ്ട് അവൻ്റെ ഞരമ്പ് മുറുകി. അതിന് ഭാമയാണോ അമ്മയുടെ ചോയ്സ്? നിങ്ങൾക്ക് വാക്ക് കൊടുത്താൽ ഞാൻ എൻ്റെ ജീവിതം ബലിയാക്കണം അല്ലേ? എന്തുകൊണ്ട് അവൾക്ക് സൗന്ദര്യം കൊണ്ടെങ്കിലും എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? അത്രയ്ക്ക് കറുപ്പ്, പിന്നെ വിദ്യാഭ്യാസമില്ല. അവളെ കൂട്ടിയാണോ ഞാൻ കാനഡയിൽ ജീവിക്കേണ്ടത്? ഒരു വേലക്കാരിയായി വേണമെങ്കിൽ കൊണ്ടുപോവാം, പക്ഷെ അനിരുദ്ധൻ്റെ ഭാര്യയായിട്ടല്ല. അവളോട് ഒരു സഹതാപമല്ലാതെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ അതും പോയി. അവർ പറയുന്ന പോലെ അവളുടെ തള്ളയെപ്പോലെ എന്നെ അമ്മയും വശീകരിക്കാൻ നോക്കിയതാവും. അനി പറഞ്ഞു തീരുന്ന മുമ്പേ ലത അവൻ്റെ മുഖത്തടിച്ചു. അനി അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ തിരിഞ്ഞപ്പോൾ കണ്ടത് കയ്യിൽ പിടിച്ച ഗ്ലാസ് ട്രേ വിറച്ചുകൊണ്ട് കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്ന് അവനെ നോക്കുന്ന ഭാമ.